പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഈ രാവിലെ സമയം വീണ്ടും കർത്താവെ അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുവാനായി അടിയങ്ങളെ ഒരുമിച്ച് സൗഖ്യത്തോടെ സമാധാനത്തോടെ കൂട്ടിക്കൊണ്ടുവന്നതിനാൽ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി മനസ്സലിവിനായി ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ വിചാരങ്ങൾക്കായി അങ്ങയുടെ പ്രീതിവാത്സല്യങ്ങൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തൃപാദപീഠത്തിൽ ഈ രാവിലെ സമയം അടിയങ്ങളെ വിനയത്തോടെ സമർപ്പിക്കുകയും ദൈവകൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെല്ലാവരും നിറയപ്പെട്ടവരായി സന്തോഷത്തോടെ തിരുമേനിക്ക് സ്തോത്രയാഗം അർപ്പിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. ഏകാഗ്രതയും സാന്നിധ്യബോധവും തരണമേ. അവിടുത്തെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ സന്തോഷത്തോടെ ദൈവതിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഈ കർത്താവെ സഭായോഗം കർത്താവെ അടിയങ്ങൾക്ക് ഏവർക്കും ആത്മീയ വർധനവിന് കാരണമാകണമേ. ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമാകുന്ന യാഗമായി സമർപ്പിക്കുന്ന, ഓരോ ദിവസവും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ഞങ്ങളുടെ ജീവിതം തന്നെ കർത്താവെ തിരുമേനിക്ക് സൗരഭ്യവാസനയാകുന്ന യാഗമായി തീരുവാൻ കർത്താവെ ഞങ്ങൾക്കിടയാക്കണം. അതിന് അടിയങ്ങളുടെ ഓരോ കൂട്ടായ്മയിലും ദൈവം ഞങ്ങളെ സഹായിക്കണം. പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, സന്തോഷത്തോടെ അങ്ങയെ സ്തോത്രയാഗങ്ങൾ അർപ്പിപ്പാൻ അടിയങ്ങൾക്കിടയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി കരയേറ്റുന്നു. വരുവാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാം കർത്താവ് കൊണ്ടുവരണം. രോഗികളെ സൗഖ്യമാക്കണം. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്കിടയാക്കണം. എല്ലാം ഞങ്ങൾക്ക് ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ. ആമേൻ. As we continue to pray, I request one of the young adults to kindly lead us in prayer and one of the sisters. God, loving Father, Lord Jesus, thank you for this wonderful day given us, Lord Jesus. Father, thank you for being with us, Lord Jesus. Father, the past week, Lord Father, you kept us safe and sound, Lord Jesus, wherever we were, Lord Jesus. Father, you showed us your grace and your mercy, Lord Father, as many people didn't get to see another day in their lives, Lord Father. You've brought us all together here on a Sunday morning to worship you, Lord Jesus, Father. As we sit here, Lord Jesus, Father, I pray that we'll be able to prepare our hearts and we'll be able to worship you in truth and spirit, Lord Jesus. I pray that every word that we sing, every word that we hear, Lord Jesus, Father, will come from our heart, Lord Jesus, Father. I pray that you speak to each and every one of us, Father. I pray, bless Pastor Uncle as he's going to be speaking from the word, Lord Jesus, Father. I pray that you continue to empower him, Lord Jesus, to share your word, Lord Father. I pray that you bless everyone who's on their way. I pray that you bring them all safely, Lord Jesus, Father. And I pray that as we go back, Lord Jesus, Father, we won't just leave it at this Sunday, Lord Jesus, Father, but we'll carry your word and we'll live purposefully in the next week as well, Lord Jesus, Father. I pray that you continue to be with us, continue to bless us, Lord Jesus, Father. And you speak to each and every one of us. In Jesus' name we pray. Amen. Praise the Lord. ഇത്രത്തോളം ഞങ്ങളെ നടത്തി കർത്താവേ, നന്ദി അപ്പാ, നന്ദി. ഇത് സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറക്കണമേ കർത്താവേ. ഹാലലുയ. ഈ ജീവിതത്തെ കർത്താവേ, ഹാലലുയ. ഞങ്ങളുടെ കഷ്ടങ്ങളെ, ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ ദുഃഖങ്ങളെ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും കർത്താവ് നീ അറിയുന്ന ദൈവമായിരിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാഷ്ട്രം കൂടി വരുവാൻ സ്തോത്രം, സ്തോത്രം. കന്യവാനും അടിയങ്ങളെ സ്നേഹിച്ച് വാഴ്ത്തപ്പെടുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, സമയത്തിനായ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഹാലലുയ, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നല്ലപ്പാ. രാത്രി ഞങ്ങളെ പരിപാലിച്ചില്ല കർത്താവേ. എത്രയോ ആൾക്കാർ കർത്താവേ, ഹാലലുയ, പ്രകൃതി ദുരന്തത്താല ഭാരപ്പെട്ടു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അല്ലെങ്കിൽ കർത്താവേ, കുടുംബങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടു കർത്താവേ, സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു, അനാഥരായി. എന്നാലും ദൈവമേ, ഓ ഹാലലുയ, ആശ്രയിക്കുന്നവരെ നീ കരുതുന്നല്ലോ, ആശ്രയിക്കുന്നവരെ നീ അറിയുന്നില്ല കർത്താവേ. ഓ, തന്നെ ആശ്രയമായിരിക്കും ജനം ഭാഗ്യമുള്ളതാണ് കർത്താവേ. യഥാർത്ഥമായിട്ടൊരു ഭാഗ്യാവസ്ഥ ഞങ്ങൾക്ക് തന്നപ്പാ. നന്ദിയല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. എല്ലാം എന്റെ കർത്താവിന് ദാനമാണ്. ദാനം അനുഭവിപ്പാണ് കർത്താവേ.
അപ്പോൾ നിങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കും കർത്താവേ. ഹല്ലേലൂയ. സഭയായിട്ട് കർത്താവേ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ കർത്തൃദിനം കർത്താവിനെ അനുഗ്രഹമായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവ്വ മഹത്വം അങ്ങേക്ക് തരുവാൻ സഹായിക്കണമേ. വരുവാനുള്ള ഒരു മക്കളെ നീ അനുഗ്രഹിക്കണമേ. അവരോരോരുത്തരും ജീവിതത്തോട് നീ ഇടപെടണം കർത്താവേ. അദ്ദേഹമേ അവർ യഥാർത്ഥമായിട്ട് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയാക്കണം. കർത്താവിനെ രുചിച്ചറിവാനുള്ളൊരു കൃപ കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെ അവനുമല്ല, കർത്താവിന് പ്രസാദമായിട്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിപ്പാൻ, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ലോകത്തെ കർത്താവേ കർത്താവിലെല്ലാം സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് വകയില്ലപ്പാ. കർത്താവിൽ സന്തോഷിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ആമേൻ ആമേൻ. എപ്പോഴും സ്തോത്രത്തിൽ യാഗരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെ പൂർണ്ണമായി സമർപ്പിൻ കർത്താവേ. കർത്താവെ ഒരുപാട് കുഞ്ഞുങ്ങളെ എന്നെ കൂട്ടിവരുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ സന്നിധാനം അവരുടെ കാര്യത്താൽ നടത്താവേ. വാർത്തകളായ മക്കളെ തെരഞ്ഞെടുത്താവേ. ഓരോരുത്തരെ നീ അനുഗ്രഹിക്കണമേ. ആയുസ് ആരോഗ്യം കർത്താവിന് ദാനമാണ് കർത്താവേ. ഹല്ലേലൂയ. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ കർത്താവേ. യഥാർത്ഥമായിട്ട് സൗഖ്യദായകനായ കർത്താവിന് പൂർണ്ണാസനം പാനിടിയാക്കുമാറണേ പ്രാർത്ഥിക്കും കർത്താവേ. നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. എന്നെ സംസാരിപ്പൻ ദാസനെ നീ ഒരുക്കുമാറാണ് കർത്താവേ. വചനം കർത്താവ് ഞങ്ങൾക്ക് മാറി വിളമ്പി തരുവാന് അത് ഞങ്ങൾ അനുഗ്രഹിപ്പാൻ സഹായിക്കണമേ. എൻ്റെ ഉള്ളത്തിൽ ഞങ്ങളെ സ്വീകരിച്ച് ഹല്ലേലൂയ സംഗ്രഹിച്ച് കർത്താവേ കർത്താവിന് പ്രയോജനമായി തീരുവാനുള്ള കർത്താവിനെ ഉയർത്തിക്കാട്ടുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാത്രം ഞങ്ങൾക്ക് മതി കർത്താവേ. പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലുള്ള ലാക്കിലേക്ക് പരമവെളിയുടെ ലാക്കിലേക്ക് ഉൾവാണ്ടിക്കണം കർത്താവേ. നിങ്ങളെ സഹായിക്കണമേ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ സഹായിക്കണമേ കർത്താവേ. എല്ലാറ്റിൻ്റെയും സാരങ്ങൾക്ക് ഹല്ലേലൂയ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന പോലെ അന്യോന്യം സ്നേഹിപ്പാൻ, സ്നേഹത്തിലെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലെല്ലാം കാണുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ താഴ്മയുള്ളവരായി തീരുമാനിക്കണം, സൗമ്യതയുള്ളവരായി തീരുമാനിക്കണം. ഓരോ മക്കളോട് നീളപ്പെടണം കർത്താവെ. നടക്കോറിനെ അനുഗ്രഹിക്കണം കർത്താവെ. അല്ലെ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ മികീതങ്ങളാൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമേ. അപ്പോൾ നീ ഒരു പ്രാവശ്യമായിട്ട് വേണ്ടിയെ താഴ്ത്തി സമർപ്പിക്കുന്നു. കുറവുകളെ ബലഹീനം ക്ഷമിക്കണമേ. ആത്മാവിൽ ബലപ്പെടുത്തുന്ന ആവശ്യങ്ങൾ സഹായിക്കണം. സകല മഹത്വം അങ്ങെടുക്കണമേ. എല്ലാ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവത്തെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവർക്ക് സന്തോഷമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മുടെ ദൈവം വാക്കുമാറാത്ത നല്ല പിതാവായി കൂടിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടിരുന്ന് വഴി നടത്തി. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ? പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷമുള്ള ഹൃദയത്തോടെ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആ കർത്താവിനെ രുചിച്ചറിഞ്ഞവരുടെ ആദരങ്ങളൊന്നും മൗനമായിട്ടിരിക്കാതെ അല്പനേരം അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു തുടങ്ങിയായിട്ട് കർത്താവെ നന്ദി എന്ന് പറയുന്നവരുടെ എല്ലാം അധരങ്ങൾ അല്പനേരം ഒന്ന് തുറന്ന് ആ കണ്ണുകളെല്ലാം അതാത് സന്നിധിയിൽ വീണ്ടും അല്പനേരം കൂടെ അടഞ്ഞിരുന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ അധരം കൊണ്ട് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ, മഹത്വം കൊടുത്തു തുടങ്ങിയാട്ടെ. ശരീരം അനുവദിക്കുന്നവരൊക്കെയും ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവർ, ശരീരം അനുവദിക്കുന്നവർ, ഒരുമിച്ച് ചേർന്ന ചില ഗാനങ്ങളെ നമ്മൾ ചേർന്ന് പാടുമ്പോൾ സന്തോഷമുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. നല്ലവനാണ്, വിശ്വസ്തനായ നമ്മുടെ നല്ല പിതാവിനെ, അക്കത്താതി കർത്താവിനെ, സകല സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല പിതാവിനെ ചില നിമിഷങ്ങൾ നമ്മൾ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ പോവുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒന്ന് ഒരുക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചേ. ഇന്ന് പകലിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ പകരുവാൻ കഴിയുന്നവർ, നമ്മുടെ ആ ദൈവത്തിൻ്റെ നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുവാൻ കഴിയുന്നവർ. എൻ്റെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒരു യാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന വാട്ടങ്ങളുണ്ട്, എൻ്റെ ചിന്തയിൽ വന്ന അങ്ങേക്ക് ഹിതമല്ലാത്തതുണ്ട്, എൻ്റെ വാക്കിൽ നിന്ന് വന്ന അങ്ങേക്ക് ഹിതമല്ലാത്തതുണ്ട്. കർത്താവെ ഇന്ന് പകലിൽ എന്നോടൊന്ന് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ.
ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കഴിക്കുന്ന കർത്താവേ, ആമേൻ, സ്തുതി സ്തോത്രങ്ങൾ എൻ്റെ കുറവ് നിമിത്തം കർത്താവിൻ്റെ സന്നിധിയിൽ അത് അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ കുറവുള്ള ഏതെങ്കിലും മേഖലകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അസ്തുതികൾക്ക് യോഗ്യനായ ആ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്താം. വിശ്വസ്തനാണ്, വാക്കുമാറാത്ത നല്ല പിതാവാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, വിശ്വസ്തനാണ്, വാക്കുമാറാത്ത നല്ല പിതാവാണ്. ആ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൻ സ്നേഹം മാധുര്യം അവർണ്ണനീയം പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയും നിൻ സ്നേഹം മാധുര്യം അവർണ്ണനീയം പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ വൻ കൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോ. എൻ ജീവൻ ശൂന്യമായി മരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ
അല്പനേരം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു തുടങ്ങിയാണ്. ആരാധനകൾക്ക് സ്തുതികൾക്ക് യോഗ്യനായ നല്ല പിതാവിനെ യേശുവിനാരാധന ശബയുടെ ശബ്ദം ആരാധന 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 ആരാധന. ആ കരങ്ങൾക്ക് തട്ടിയൊക്കെ സ്തോത്രം ചെയ്തിട്ട് കർത്താവിന് വീണ്ടും നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും, സന്തോഷവേളയിലും സന്താപവേളയിലും എന്നെ കൈവിടാതെ എൻ്റെ കർത്താവ് എന്നോട് കൂടിയിരുന്നു. സന്തോഷമുള്ളപ്പോൾ മാത്രമേ ആമേൻ മാനുഷികമായി നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും നമ്മുടെ കൂടെ കാണത്തുള്ളൂ. സന്താപവേളയിലും സന്തോഷവേളയിലും ഒരുപോലെ കൂടെ നിൽക്കുന്ന ഒരു നല്ല പിതാവിനെയാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. ആ നല്ല പിതാവിൻ്റെ സാന്നിധ്യത്തെ, ആ നല്ല പിതാവിൻ്റെ കരുതലിനെ, ആ നല്ല പിതാവ് നടത്തിയ വിശ്വസ്തതയെ രുചിച്ചറിഞ്ഞവർ നമുക്ക് ചേർന്ന് പാടി കരങ്ങളെ തട്ടി ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. അവൻ നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനാ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എന്നാലും നടത്തിടും അന്ത്യം വരെ. മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിയ, പിൻപിൽ വൻവൈരി പിൻകവിച്ച. മുൻപിൽ ചെങ്കടലാ തീരച്ചാലെതിയ, പിൻപിൽ വൻവൈരി പിൻകവിച്ച. ചെങ്കടലിൽ കൂടി ചെങ്കൽ പകയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയാ. ജയാളിയാ. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമാനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാലും നടത്തിടും അന്ത്യം വരെ. എരിയും തീച്ചുളയെതിരായി ഞാൻ ശത്രുക്കളെ വീഴ്ത്തപ്പെട്ട. എരിയും തീച്ചുളയെതിരായി ഞാൻ ശത്രുക്കളെ വീഴ്ത്തപ്പെട്ട.
നടത്തിടും അന്ത്യം വരെ. ഓ എൻ പ്രിയൻ പോറ്റും എന്നാലും നടത്തിടും അന്ത്യം വരെ. ഇരുട്ട് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയും വരവും ഇരുട്ട് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയും വരവും സാരവൂരുക്കി എളിയവെ പോറ്റിയ എൻ പ്രിയനെയും പോറ്റിക്കൊള്ളും. സാരവൂരുക്കി എളിയവെ പോറ്റിയ എൻ പ്രിയനെയും വിടും. ഓ പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവരി വന്നിടും. അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും തെങ്ങൽ വാസിക്കും ഗുഹയിൽ ദാനിയേലും വീഴ്ത്തപ്പെട്ട. ഗർജിക്കും സിംഹങ്ങൾ വാസിക്കും ഗുഹയിൽ ദാനിയേലും വീഴ്ത്തപ്പെട്ട. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കന്മണി പോലെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കന്മണി പോലെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂല മനവരി വന്നിടും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭന മനവരി വന്നിടും. എൻ കാതൽ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ. എൻ കാതൽ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ. മണ്ണോടു മണ്ണായ
യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. സ്തുതികൾക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ. രാജാവേ മഹത്വത്തിന് യോഗ്യനെ, രാജാവേ മഹത്വത്തിന് യോഗ്യനെ, സ്തുതികൾക്ക് യോഗ്യനെ. ആത്മാവിൽ സംസാരിക്കുവാൻ കർത്താവ് എനിക്ക് നൽകുന്ന ഭാഷയിൽ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആത്മനിറവിൽ മഹത്വപ്പെടുത്തിയാട്ടെ. സഭയുടെ ശബ്ദം ഉയരട്ടെ. മൗനമായിട്ട് നിൽക്കാതെ സഭയുടെ ശബ്ദം ഉയരട്ടെ. Hallelujah, mahottam, 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 mahottam. Hallelujah. ശൈലഭൂമന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, ശൈലഭൂമന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരേ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത സാഗരേ പോരാട്ടങ്ങൾ, വൻതീരമാലപോ ആഞ്ഞടിച്ചിടുമ്പോ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നേ. വൻതീരമാലപോ ആഞ്ഞടിച്ചിടുമ്പോ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന
ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ ദയവായിട്ടിരിക്കാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് തുടർന്നുള്ള ശുശ്രൂഷകളെ വഹിച്ച് പരസ്യമായി പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, സഭയായിട്ട് വീണ്ടും ഞങ്ങൾക്ക് കടന്നു വരുവാൻ അവിടെ നിങ്ങൾക്കിടയാക്കിയല്ലോ. സംഭവബഹുലമായ ഒരാഴ്ചക്കാലം ഞങ്ങളെ വിട്ട് പോയി കർത്താവേ. ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അവിടുത്തെ മാരുടെ മാത്രമാണല്ലോ കർത്താവേ. അങ്ങയുടെ മാറിടത്തിൽ ഞങ്ങൾ ആശ്രയിച്ചുകൊണ്ട് സഭയായിട്ട് ഈ രാവിലെ സമയത്ത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. നീ ഞങ്ങളെ കരുണയോട് ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവേ. ഞങ്ങൾക്ക് അവിടുന്ന് ഉപകാരം ചെയ്തിരിക്കാൻ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവനോടെ നീ ഞങ്ങളെ ശേഷിപ്പിച്ചല്ലോ, അതിനാൽ ഞങ്ങൾ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയത്ത് കർത്താവെ, അടിയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തിരുസലിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കടന്നു പോകുവാൻ, ബലത്തോടുകൂടെ കടന്നു പോകുവാൻ നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെടണം കർത്താവെ. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി വചനം ശ്രവിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ നീ ഞങ്ങളെ ഇടയാക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്ഷീണിതരായി കർത്താവെ, ശരീരത്തിന് സുഖമില്ലാതെ ആയിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ക്ഷേമത്തോടെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്നത്തെ പകൽക്കാലം കർത്താവെ, അങ്ങേക്ക് മഹത്വം മാത്രം കരയേറ്റി കടന്നു പോകാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ അങ്ങയുടെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെല്ലാവരും കർത്താവെ, ഹല്ലേലൂയ, അനുഗ്രഹത്തോടുകൂടെ കടന്നു പോകാൻ ഇടയാക്കണം. എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. സ്തോത്രം. തുടർന്ന് നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, അതിൻ്റെ 8-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സസ് 16 and 17. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. Praise the Lord. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ധ്യാനിക്കുവാൻ ദൈവം നമുക്കിടയാക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഏതാനും ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം ദ അതോറിറ്റി ഓഫ് ജീസസ്, ആൻഡ് വി ഹാവ് സീൻ ഹിസ് authority, the way he taught the disciples. Matthew's Gospel chapter 5, 6 and 7. And the crowd out there immediately sensed an extraordinary authority which they had never experienced before. It was not only in the way he presented his teachings, but also the content and substance of his teaching. And everything was unique, so unique. യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു എന്ന് അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടു. അത് അവിടുത്തെ ഉപദേശത്തിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, അവിടുന്ന് അത് പറഞ്ഞ രീതിയിലും കർത്താവിൻ്റെ ആ അധികാരത്തെ അവർ മനസ്സിലാക്കി. കാരണം
പുതുമുഖങ്ങൾക്കായിട്ട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. അതുവരെ അവർ കേട്ടിരുന്നത് തിരുവഴുത്ത് ഇപ്രകാരം പറയുന്നു, അല്ലെങ്കിൽ യഹോവ, പഴയ നിയമ പ്രവാചകന്മാർ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അവർ കേൾക്കുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവന് ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യനാകും. ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്നാളിൽ അനേകർ എന്നോട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തില്ലയോ? അന്ന് ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേൻ. അതുവരെ അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത, അതുവരെ അവർ കേട്ടിട്ടില്ലാത്ത അതോറിറ്റി, ഫൈനൽ വേർഡ്സ്, അതവർ മനസ്സിലാക്കി. And now when we come to chapter 8 of Matthew, the same authority that they sensed in his teachings, Matthew is, describing that in such a way that the same authority of Jesus is put into action as Jesus rules over sickness, he rules over nature, he rules over demons, and he rules over death. അപ്പോൾ ആ ഒരു ചിന്തയാണ്, ആ ഒരു ചിന്താധാരയാണ് നമ്മൾ വായിക്കേണ്ടത്. 7-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അതോറിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അതേ അതോറിറ്റി കർത്താവിൻ്റെ വാക്കുകളിൽ മാത്രമല്ല, അവിടുത്തെ പ്രവൃത്തിയിലുള്ള അധികാരം. രോഗത്തിന്മേൽ കർത്താവിൻ്റെ അധികാരം, പ്രകൃതിയുടെ മേൽ കർത്താവിൻ്റെ അധികാരം, ഭൂതങ്ങളുടെ മേലുള്ള കർത്താവിൻ്റെ അധികാരം, എന്തിനേറെ മരണത്തിന്മേലുള്ള കർത്താവിൻ്റെ അധികാരം. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ വിഷയം, അതിൻ്റെ മുകളിലുള്ള വേദഭാഗത്ത് ഒരു സെഞ്ചൂറിയൻ്റെ സെർവൻറ്റിനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് നമ്മൾ ധ്യാനിച്ചത്. അവിടെ നമ്മൾ വളരെ പ്രാധാന്യതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറ്റൊന്നുമല്ല, അവിടെ ഓഫ് കോഴ്സ് ഗ്രേറ്റ് ഫെയ്ത്ത് ഈസ് ഓൾവേസ് മാർക്ക്ഡ് by great humility. വലിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം വലിയ വിനയമാണ്. വിശ്വാസം ഒരിക്കലും ഒരുവനെ അഹങ്കാരിയാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആ മനുഷ്യൻ്റെ വാക്കുകൾ, കർത്താവേ ഞാൻ ഇതിനൊന്നും എന്തല്ല, യോഗ്യനല്ല. ഓക്കെ, we have seen the great faith and how great faith is marked by great humility. But Jesus doesn't stop there. It takes great faith which can be recognized by great humility. It takes that faith for a person to enter into heaven. That is the bottom line. Okay, let me start from there. അപ്പോൾ ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വലിയ വിശ്വാസമുള്ള ആ വലിയ മനുഷ്യൻ വളരെ വിനയമുള്ളവനാണ്.
ആ വിനയമുള്ള വിശ്വാസമാണ്, ആ വലിയ വിശ്വാസമാണ് നിത്യജീവനിൽ ഒരുത്തനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കണം. ഐസക് വാട്ട് പറഞ്ഞതുപോലെ, പാടിയതുപോലെ, nothing in my hand I bring, simply to thy cross I cling. Naked come to thee for dress, helpless come to thee for grace. വെറും കൈയായി ഞാൻ അങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ കൃപത. Only that faith saves a person. A faith that is marked with humility. Not a so-called faith that I have done that. I have, ഒത്തിരി പേര് ഞങ്ങളുടെ പട്ടണത്തിൽ ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. Now Jesus is obliged to give me what I desire. That is not a faith that will take you to heaven. A faith that will take a person to eternity will always be marked with great humility. Lord, I don't deserve your mercies. I don't deserve your grace. How wretched I was. The more we look at the cross, the more we realize our unworthiness. It took God the Son to die on behalf of me to save me. പ്രിയപ്പെട്ടവരെ, great faith is needed to enter eternal life. Okay? ആ സെഞ്ചുറിയൻ്റെ വിശ്വാസം കണ്ടിട്ട്, അയ്യോ എന്നോ താഴ്മാന്ന് മാർവൽ ചെയ്യാനല്ല അവിടെ പറഞ്ഞേക്കുന്നത്, പിന്നെന്താണെന്നറിയാമോ? ആ വിശ്വാസം ഉണ്ടെങ്കിലേ നീ നിത്യതയെ പോകത്തുള്ളെന്ന പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ലെറ്റ് us read again. അടുത്ത ഭാഗം പറഞ്ഞില്ലെങ്കിലും ഈ കാര്യം ഉറപ്പാക്കിയിട്ടേ ഞാൻ മുമ്പോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, യഹൂദനൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണ് അവരുടെ ചിന്ത? They assumed they had a biological right to be part of God's people. അതായിരുന്നു അവരുടെ ചിന്ത. എന്താ? ഞാൻ യഹൂദനായതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭാഗമാണെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഇന്ന് കർത്താവ് എന്നാ പറയുന്നത്? വായിച്ചു. അതിൻ്റെ 11-12 അത് നിങ്ങൾ 10 ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ കണക്ഷൻ മനസ്സിലാകുന്നത്. അത് കേട്ട് I want to exposit the word, or rather I want to rightly divide the word of truth, because I have to give an account of every soul who sat under my preaching. So I need to be extremely careful when I deal with the Holy Writ, the scripture. Okay, let's read that. 10, 11 and 12. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ എന്നിട്ട് അടുത്തത് ശ്രദ്ധിക്കണ്ടേ? കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും. ഒന്ന് ചേർത്ത് വായിക്കണേ. ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഓക്കെ, വാക്യത്തിൻ്റെ ഡിവിഷൻ ഉള്ളതുകൊണ്ടേ അത് ചിന്തിക്കരുത്, അത് മനസ്സിൽ കൊണ്ടുവരരുത്. വാക്യങ്ങളുടെ നമ്പർ അങ്ങ് മാറ്റ്, അത് ഇൻസ്പയർഡ് അല്ല.
അത് വാക്യങ്ങളാക്കിയത് 1000-ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ്. ബൈബിൾ ക്രോഡീകരിച്ച് 1000-ഓളം കൊല്ലം കഴിഞ്ഞിട്ടാണ് വാക്യങ്ങൾ കിട്ടിയേ. 500 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അധ്യായങ്ങൾ കിട്ടിയേ. അപ്പോൾ അതൊന്നും ഇൻസ്പയർഡ് അല്ല, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വാക്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റണേ. നമ്പർ ഓക്കെ. ഇത് കേട്ടിട്ട് പിൻചെല്ലുന്നവർ അതിശയിച്ചു, യേശു അതിശയിച്ചു. പിന്നെ ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ. അപ്പോൾ ആ കോൺട്രാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഏത് വിശ്വാസം? എ ഫെയ്ത്ത് ദാറ്റ് ഈസ് ആസ് ഹംബിൾ ആസ് ദ ഡസ്റ്റ്. ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഗ്രേറ്റ് ഫെയ്ത്ത്. എന്നിട്ട് കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ചേ, 11-12. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും. സോ അവര് ചിന്തിച്ചു തന്നെ, ജന്മനാ ഞങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളെന്ന അവരുടെ ചിന്ത. പക്ഷേ കർത്താവ് പറയുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് ആരോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞതേ? അബ്രഹാം ആരാ? ഞങ്ങളുടെ പിതാവ് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ. അപ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരുടെ കൂടെ പന്തിക്കിരിക്കുന്നത് ആരാ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ ബോർഡേഴ്സ് ഓഫ് ഇസ്രായേൽ അല്ലേ? ഇസ്രായേലിന്റെ അതിർത്തിക്കപ്പുറം, ബിയോണ്ട്, ഫാർ ബിയോണ്ട് ദാറ്റ്, ജെന്റൈൽസ് അവർ വന്നിട്ട് സ്വർഗരാജ്യത്തിൽ എന്തിരിക്കും? പന്തിക്കിരിക്കും. ആ വാക്കുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പന്തിക്കിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ they are going to share. എന്നിട്ട് അടുത്തത് രാജ്യത്തിന്റെ പുത്രന്മാരെയോ? ആ രാജ്യത്തിന്റെ പുത്രന്മാർ ഇതാരാ? ജന്മനാ ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് ചിന്തിച്ചവർ. അവരെ എവിടെ കളയും? ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളി. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഓക്കെ. നരകത്തെക്കുറിച്ചുള്ള ഒരു ബിബ്ലിക്കൽ മെസ്സേജ് തരണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ അതിന് നേരമില്ല, ബട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ തരും. സ്വർഗവും നരകവും എന്താണെന്ന് വ്യക്തമാക്കും. ഓക്കെ. ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അവരെ എങ്ങോട്ട് കളയും? പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയുണ്ട്. അപ്പം ഇനി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചേ. ഏതു വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്? ഈ വിശ്വാസം. എ പേഴ്സൺ, അതാ കർത്താവ് ആ ഗിരിപ്രഭാഷണം തുടങ്ങുന്നത്. ആത്മാവിൽ ദരിദ്രൻ ആയവൻ, poor in spirit. A man who realizes his poverty, he will always be aware of his own poverty. എല്ലാ സമയവും അവൻ അവെയറായിരിക്കും. Lord, I don't deserve your mercy. I don't deserve your kindness. I don't deserve any of your mercies to me. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസമുള്ളവനെ നിത്യതയെ പോകത്തുള്ളെന്നാ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇതിൽ കൂടുതൽ ഇവിടെ വ്യക്തത ആവശ്യമില്ലല്ലോ. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ ലെസൺ ദാറ്റ് വി എന്ന് പറഞ്ഞാൽ, എ പേഴ്സൺ ഹു ഹാസ് സച്ച് എ ഡിപ്പെൻഡൻറ്റ്, ഹംബിൾ trust in the authority of Jesus as Lord of my life now. Okay?
humble, dependent, trust in Jesus as the Lord of my life now. അവൻ എവിടെ പോവും? സ്വർഗരാജ്യത്തിൽ പോവും. അല്ലാത്തവരെ എല്ലാം എവിടെ കളയുമെന്നാണ് പറഞ്ഞേ? പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ വ്യക്തത വേണോ? നമ്മൾ ഓർക്കുന്ന പോലെ മിനിമം ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങ് പോകാം എന്നൊന്നും ആരും കരുതരുതേ. ദിസ് ഈസ് ദ ഫെയ്ത്ത് ദാറ്റ് ടേക്സ് ഫോർ എ പേഴ്സൺ ടു ബി ഇൻ ഇറ്റേണിറ്റി. നോ ലെസ്, നോ ലെസ്, നോ ലെസ്. ഓക്കെ, അത് വ്യക്തമായെന്നാണ് എൻ്റെ ചിന്ത. ഇനിയും അല്പസമയം തുടർന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ മാത്യു കൺക്ലൂഡ് ചെയ്യുന്നത്, മാത്യു യൂസസ് ദ വേർഡ് മെനി, many who were demon possessed and sick, and they were healed, and that healing was in fact a fulfillment of the scripture. That's what Matthew says here. അപ്പോൾ ഇവിടെ ഈ 16-17 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മത്തായി പറയുന്നത് കർത്താവ് അനേക രോഗികളെ, ഭൂതഗ്രസ്തരെ, ദുരാത്മാക്കളെ ഒക്കെ എന്ത് ചെയ്തു? ദീനക്കാരെയെല്ലാം സൗഖ്യം വരുത്തി. എന്നിട്ട് കർത്താവ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ഒരു പ്രവചനം നിവൃത്തിയാക്കി എന്ന് ഇവിടെ മത്തായി പറയുക. ഇത് അല്പം വിശദീകരണം ആവശ്യമുള്ള, ഒരുപാട് മിസ്കൊട്ടേഷൻസ് ഉള്ള വേദഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. ഓക്കെ, ഈ ഉദ്ധരണി എന്നുള്ളത് യെശയ്യാവിൻ്റെ 53-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അവിടെ വായിക്കണ്ട ഇപ്പൊ ഒരു മിനിറ്റ്. അവിടെ സഫറിങ് സെർവൻറ്റ്, കഷ്ടമനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ, അതാണ് യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ആ ഭാഗം. ദ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് ഹു സഫേഴ്സ്. എന്നിട്ട് നമ്മൾ അടുത്ത വാക്യങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സഫറിങ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് യെശയ്യാവ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, 5-6 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ വായിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഓക്കെ, അപ്പോൾ ആ യെശയ്യാവ് ഉദ്ധരിച്ചിരിക്കുന്ന വേദഭാഗം നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മുടെ അകൃത്യങ്ങൾ, അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ, സമാധാനം, അതിനു വേണ്ടിയിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണേ, നമുക്ക് സൗഖ്യം വേണ്ടത് എവിടെയായിരുന്നു? ബേസിക്കലി അക്കോർഡിംഗ് ടു ഐസയ്യ. കം ഓൺ, നമ്മൾ അകൃത്യമുള്ളവരായിരുന്നു, നമ്മൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, സമാധാനം ഇല്ലാത്തവരായിരുന്നു. ഓക്കെ, നമ്മളെല്ലാം നമ്മുടെ വഴിക്ക് തിരിഞ്ഞവരായിരുന്നു.
നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേൽ ചുമത്തി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക്, എല്ലാവരും എന്നെ മുഴുവൻ കേൾക്കണേ, അല്ലേ അറ്റവും മുറിയും കേട്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. അതുകൊണ്ടാണ് മുഴുവൻ കേൾക്കണേ. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. മത്തായി ആ വേദഭാഗം എടുത്തേച്ചാ പറയുന്നത്, ഇത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതിനാൽ നിവൃത്തിയായി. ഓക്കെ, രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയതിനാൽ ഈ പ്രവചനം നിവൃത്തിയായി. എല്ലാവരും എൻ്റെ കൂടെ ശ്രദ്ധിക്കണേ. എന്നാൽ യെശയ്യാവ് പറയുന്നത് എൻ്റെ അകൃത്യമായിരുന്നു എൻ്റെ രോഗം, ഞാൻ ദൈവത്തോട് ശത്രുവായിരുന്നതാണ് എൻ്റെ രോഗം, ഞാൻ എൻ്റെ വഴിക്ക് തിരിഞ്ഞതായിരുന്നു എൻ്റെ രോഗം. ഓക്കെ, അതാണ് യെശയ്യാവിൻ്റെ ഭാഷ. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ 1-ാമത്തെ അധ്യായം ഒന്നെടുത്തേ. യെശയ്യാവ് 1 വാക്യം റെഫറൻസ് ചെയ്യാൻ ഓർമ്മയില്ല, ഒന്നെടുത്ത് വായിച്ചാൽ, അതായത് തല തൊട്ടുള്ളങ്കാൽ വരെ ഒരു സൗഖ്യവുമില്ല എന്ന് പറയുന്ന അകൃത്യഭാരം വായിച്ചു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അവിടുത്തെ രോഗം എന്താ? ദീനം എന്തുവാ? ഹൃദയം മുഴുവൻ എന്താ? രോഗം. ഹൃദയത്തെ ഗ്രസിക്കുന്ന രോഗം ഏതാ? പാപം. എന്നിട്ട് അടുത്തത് അതാ പറയുന്നത്, നിങ്ങളെ ഇനി അടിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഓക്കെ, അടുത്തത്, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. എന്നിട്ട് അടുത്തത്, മുറിവും ചതവും ചതവ് പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. ഒരു സൗഖ്യമില്ല. ഈ രോഗത്തിനുള്ള സൗഖ്യമാണ് യെശയ്യാവ് 53 നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ മത്തായി സുവിശേഷകൻ ഇതെടുത്ത് എഴുതുമ്പോൾ he connects that with physical healing. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? Does that mean that the cross of Christ ensure that we no longer have to suffer any sickness in our body? And that is what the so-called health and wealth preachers teach. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? അടുത്ത സമയത്ത് ഒരു തന്നെ ഞാൻ കണ്ടു, പുള്ളി ഭയങ്കര ഹീലിങ്ങാണ്. അതിൻ്റെ തലയാഴ്ച പോയി ഒരു പേസ് മേക്കർ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് വന്നെന്ന് പറയുന്നത് എന്തോ ഹീലിംഗ്. അത് നിങ്ങൾക്ക് ഹീലിംഗ് വേണമെന്നുണ്ടേ തൊട്ട് വെക്കണേ, എന്നാൽ കിട്ടും. തൊട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഒരു നാടൻ ഭാഷയാണ്. കാശ്, അത് മനസ്സിലായോ? ഓക്കെ, അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് എന്തോ കൊണ്ടാ? ഓക്കെ, ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഈ വേദഭാഗത്തേക്ക് മടങ്ങി വരാം. ഇനി, ഈസ് ഹീലിംഗ് പ്രൊവൈഡഡ് on the cross? I will say a resounding yes. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, am I contradicting myself? No. ക്രൂശിന്മേൽ സൗഖ്യമുണ്ടോ? ഫിസിക്കൽ ഹീലിംഗ് ഉണ്ടോ? ഉണ്ട്. വളരെ കീനായിട്ടിരിക്കുക. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത ചോദ്യം, ക്രൂശിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ ശരീരം കിട്ടുമോ? അതൊന്ന് ഓഫ് ചെയ്യാമോ പ്ലീസ്?
ക്രൂശിൻ്റെ ഫലമായിട്ടൊരു പുതിയ ശരീരം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഓക്കെ, എൻ്റെ ഒപ്പം വരണേ. ഇനി അപ്പം ഞാൻ പറഞ്ഞു, ക്രൂശിൽ ശാരീരിക സൗഖ്യമുണ്ടോ? ഉണ്ട്. ക്രൂശ് ഒരു പുതിയ ശരീരം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം ഉണ്ടെന്നാ, യെസ് എന്നാ. എന്നാൽ അടുത്ത ചോദ്യം, ആ പുതിയ ശരീരം ഇപ്പം കിട്ടിയോ? ഇല്ല. ദാറ്റ് മേക്സ് ദ ഡിഫറൻസ്. ഓക്കെ, ഇനി not only the scripture is on top, and secondly, any experience that goes along with the scripture can be accepted. Not any experience that contradicts the scripture can be accepted. No. Rather, any experience in human life that goes along with the scripture can be accepted. Now, അപ്പോൾ ഇവിടെ മത്തായി സത്യത്തിൽ യേശുവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രിയും യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ആ പാപത്തെയും അകൃത്യത്തെയും സൗഖ്യമാക്കുന്ന അടിപ്പിണരുകളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ മത്തായി നമ്മളോട് പറയുന്ന കാര്യം എന്തെന്നറിയാമോ? ജീസസ് ഈസ് പവർഫുൾ ഇനഫ് ടു ഓവർകം ഓൾ സഫറിങ്സ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് യേശുവിന് അതോറിറ്റിയുണ്ട്. എന്ത് അതോറിറ്റി? സകല സഫറിങ്സിൻ്റെ മേലും യേശുവിന് അധികാരമുണ്ട്. ഓക്കെ, എന്നാൽ യേശു ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? സിംറ്റംസ് ട്രീറ്റ് ചെയ്തുകൊണ്ടല്ല തുടങ്ങുന്നത്. കാരണം സകല സഫറിങ്ങിൻ്റെയും ഉറവിടം എന്താണെന്നറിയാമോ? സകല സഫറിങ്ങിൻ്റെയും ഉറവിടം പാപം. ഓക്കെ, സകല കഷ്ടതയുടെയും സകല രോഗത്തിൻ്റെയും സകലവിധമാകുന്ന ലോകത്തിലെ എല്ലാ ബുദ്ധിമുട്ടിൻ്റെയും ഉറവിടം പാപമാണ്. So Jesus came to address the root problem. യേശു കടന്നു വന്നത് ആ മൂലകാരണമാകുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. ഓക്കെ, ആ പാപത്തിന് പരിഹാരം വരുത്തുകയും ഒരു ശരീരം, ഒരു ഫ്യൂച്ചർ നമുക്ക് പ്രോമിസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, എന്നാൽ അത് ഇറ്റ് ഈസ് സെറ്റ് ഫ്യൂച്ചർ. ഇപ്പം രോഗസൗഖ്യം കിട്ടുമോ? കിട്ടും. ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ ഇപ്പം രോഗസൗഖ്യം കിട്ടിയ ആൾ പിന്നെ മരിക്കുമോ? മരിക്കും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റി, പുള്ളിക്കാരി ബ്രസ്റ്റ് ക്യാൻസറാണ്, കാത്തലിക്സ് ആയിരുന്നു. പുള്ളിക്കാരി വിശ്വാസത്തിൽ വരുന്നത് കുവൈറ്റിൽ വെച്ച് ഒരു നഴ്സായിരുന്നു. വിശ്വാസത്തിൽ വരുന്നത് ദൈവം അത്ഭുതകരമാകുന്ന സൗഖ്യം കൊടുത്തിട്ടാണ്. ഒത്തിരി വർഷങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. വെറുതെ ഒരു പനി വന്ന് മരിച്ചു. ഓക്കെ, സോ ഗോഡ് ഡസ് ഹീൽ ടുഡേ. ഇന്നും കർത്താവ് എന്ത് ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. പക്ഷേ ഈ സൗഖ്യങ്ങൾ പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിലെ ആ സൗഖ്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് മത്തായി പറയുക,
നമ്മുടെ ബലഹീനതകളെ അവൻ സാക്ഷാൽ എന്ത് വായിച്ചോ? അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ഇവിടെ അഗെയിൻ ജീസസ് ഈസ് പ്രൂവിങ് ഹിസ് അതോറിറ്റി ദാറ്റ് I am the Messiah who was promised in the Old Testament, who is going to usher in the kingdom of God. വരാൻ പോകുന്ന ദൈവരാജ്യം കൊണ്ടുവരുവാൻ പോകുന്ന മിശിഹായാണ് ഞാൻ. ആ ദൈവരാജ്യത്തിൽ അവിടെ എന്തില്ലെന്നറിയാമോ? അവിടെ കണ്ണുനീരില്ല. അവിടെ no more sad farewell. We bid farewell to our dear ones in cemeteries, and we have to if the coming of the Lord tarries. But there will come a day there won't be sad, tearful farewell. There won't be any sickness. There won't be any evil. ദൈവം താൻ കണ്ണുനീരെല്ലാം എന്നേക്കുമായിട്ട് തുടച്ചു കളയുന്ന ഒരു ദിവസം വരുന്നു. ആ ദിവസത്തിൻ്റെ അധിപൻ ഞാനാണ്. സ്വർഗരാജ്യം എങ്ങനെ ഇരിക്കും, ഫിസിക്കലി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ വേദനകളെ ഞാൻ ചുമക്കുന്നു, നിങ്ങളെ ഞാൻ സൗഖ്യമാക്കുന്നതിനാൽ കർത്താവിനെ കുറിച്ച്, മിശിഹായെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവഴുത്തിന് നിവൃത്തിയായി. So any healing that we experience today, when we experience healing, thank God for the healing. And look forward to the day when there will be no more sickness. Okay? ഇതായിരിക്കണം ദൈവജനത്തിൻ്റെ മനോഭാവം. എന്തുകൊണ്ടാണ് ഈ കാര്യം വളരെ വ്യക്തമാക്കുന്നത്? കാരണം 2 അധ്യായം നമ്മൾ മുൻപോട്ട് പോയാൽ 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 16 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ശിഷ്യന്മാരെ എന്തെല്ലാം ചെയ്യുമെന്ന് കർത്താവ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിലിപ്പി ലേഖനം 1:29 വായിച്ചോ. ഫിലിപ്പിയർ 1:29 ക്രിസ്തുവേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പൊ കഷ്ടതയുണ്ടോ? ഉണ്ട്. ചിലപ്പോൾ അത് ഫിസിക്കലാകാം, ചിലപ്പോൾ ലോകത്തിൻ്റെ ഉപദ്രവമാകാം. പോള് 2 കൊരിന്ത്യൻസിൽ പറയുന്നത് ജഡത്തിലൊരു ശൂലം. അപ്പോൾ ഇറ്റ് ക്യാൻ ഹാപ്പൻ. ഒത്തിരി വേദഭാഗങ്ങളുണ്ട്. പിന്നെ റോമർ 8:22 ഒന്ന് വായിച്ചോ. റോമർ 8:22 സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കർത്തൃമേശയിൽ ഒരു കാര്യം പറയും, നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വീണ്ടെടുപ്പിനായി. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ഫ്യൂച്ചർ. ഇവിടെ ഹീലിംഗ് ഉണ്ടോ? ഉണ്ട്. അറ്റോൺമെൻറ്റിൽ ഹീലിംഗ് ഉണ്ടോ? യെസ്, ഉണ്ട്. ബട്ട് നോട്ട് എറ്റ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചു, അതിന് ശേഷം മറ്റൊരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അടുത്ത വാക്യം,
നാം പാപം സംബന്ധിച്ച് മരിച്ചു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. എന്നിട്ട് പറയാ, നാം എല്ലാവരും തെറ്റിയുഴലുന്ന ആടുകളെ പോലെയായിരുന്നു. സോ വാട്ട് ഈസ് ദ റൂട്ട് പ്രോബ്ലം? ദ റൂട്ട് പ്രോബ്ലം ഈസ് സിൻ. Jesus dealt with the root problem and he promises the rest is going to follow. അടിസ്ഥാനപരമാകുന്ന പ്രശ്നത്തിന് ക്രൂശിൽ പരിഹാരം വരുത്തിയെങ്കിൽ ഇനിയും ബാക്കിയുള്ളത് കിട്ടും. അങ്ങനെ കിട്ടുമ്പോഴും ഇവിടെ വരാൻ പോകുന്നതിൻ്റെ ഒരു ഫോർട്ടേസ്റ്റായിട്ട് ചിലപ്പോൾ ദൈവം സൗഖ്യം തരും. അത് കിട്ടുമ്പോൾ ഓർത്തണം, ഇപ്പോൾ എനിക്ക് ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യം തന്നെങ്കിൽ നിത്യത എന്തായിരിക്കും? Revelation 21:4 and we'll close. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. യെസ്. അപ്പോൾ എന്ന് വരെ ഉണ്ട് കണ്ണുനീര്? അന്ന് വരെ ഉണ്ട്. മനോഹരമാകുന്നൊരു ഗാനമുണ്ട്, ഐ എം ട്രാവലിംഗ് ടു ദാറ്റ് ലാൻഡ് where the sun never sets, where there will be no cloudy skies. Beautiful imagery of the poet, but it's still beautiful. No sad farewell, no tear-filled hide. There will be joy and joy and joy. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അടുത്തത്, ഇനി മരണം ഉണ്ടാകുകയില്ല. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയും ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഹൂ ഈസ് this Galilean carpenter who said that day, follow me, I will give you eternal life? Who is this person? ആരാണിവൻ? ദൈവം, God in the flesh, God who identifies with human suffering. The God who He's not far away. Every pain that passes through human breast, He experienced it first. He went through. He identified with us. Who is our Lord? നമുക്ക് സകലത്തിലും നമ്മെ പോലെ തുല്യനായെങ്കിലും He is more than that. He is God in the flesh. അവിടുത്തെ അതോറിറ്റിക്ക് മുൻപാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാമെങ്കിൽ, അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മെ സമർപ്പിക്കാമെങ്കിൽ, He promises, come, I will take you to my Father's house. സഹോദരന്മാർ, മുൻപോട്ട് വരാം. I will take you to that eternity. Come on. I know സഹോദരന്മാർ ഒരു പാട്ട് പാടാൻ തയ്യാറായി നിൽക്കാമെന്ന് എനിക്കറിയാം. അത് അപ്സെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു ഗാനത്തിൻ്റെ 2 ചരണങ്ങൾ പാടിയിട്ട് നിങ്ങളത് പാടിക്കണം. കർത്താവു തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗ
വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രേ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രേ. എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം കൂടെ പാടുമ്പോൾ നമ്മുടെ സ്തോത്ര വഴിപാട് ദൈവസന്നിധാനത്തിൽ അർപ്പിക്കാം. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ, കുതൂഹലം കൊണ്ടാട്ടമേ